ജീവിതത്തിൽ പലപ്പോഴും നാം തളർന്നു പോകാറുണ്ട്. മുന്നോട്ടു പോകാൻ ഒരു ഊർജവുമില്ലാതെ വിഷമിക്കാറുണ്ട്. എന്നാൽ ഓർക്കുക, നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു അഗ്നിശക്തിയുണ്ട്. നിങ്ങൾ ഓരോരുത്തരും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ളവരാണ്. ഈ നിമിഷം മുതൽ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുക. പ്രതിസന്ധികളെ ഭയപ്പെടാതെ ലക്ഷ്യത്തിലേക്ക് ശക്തമായി മുന്നേറുക. വിജയം നിങ്ങളെ തേടിയെത്തും. നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിച്ച് നിങ്ങളുടെ പാത വെട്ടിത്തെളിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകം നിങ്ങളുടെ വിജയഗാഥ കേൾക്കും. മുന്നോട്ടു പോകാൻ ഈ നിമിഷം മുതൽ നിങ്ങൾ തയ്യാറാണോ? പിച്ചക്കാരനിൽ നിന്നും ധനികനിലേക്കെത്തിയ ഒരു മനുഷ്യന്റെ കഥ കേൾക്കാം. ചില സ്വപ്നങ്ങൾ ഒരു ഭിക്ഷാടകന്റെ കീറിയ കുപ്പായത്തിനുള്ളിൽ ഒളിച്ചിരിക്കും. ആരും കാണാതെ ലോകം തള്ളിപ്പറഞ്ഞാലും അയാളുടെ ഉള്ളിൽ ഒരു തീപ്പൊരി പോലെ ജ്വലിച്ചുകൊണ്ടിരിക്കും. ഇത് വെറുമൊരു കഥയല്ല, ഒരു നഗരത്തിൻ്റെ മൂലയിൽ നിന്ന് തുടങ്ങിയ ഒരു ജീവിതം. സ്വപ്നങ്ങളുടെ ഉയരങ്ങളിലേക്ക് പറന്നുയരുന്നതിൻ്റെ യഥാർത്ഥ ജീവിതാനുഭവമാണ് ഇന്നത്തെ കഥയുടെ ഉള്ളടക്കം. ഒരു ഭിക്ഷാടകനുണ്ടായിരുന്നു. അവൻ്റെ പേര് വേണു. അവൻ കീറിയ തുണിയാണ് ധരിച്ചിരുന്നത്. കാലിൽ ചെരുപ്പില്ല, കണ്ണുകളിൽ നിസ്സഹായത. റെയിൽവേ സ്റ്റേഷനിൽ ഭിക്ഷ യാചിക്കുക എന്നതായിരുന്നു അവൻ്റെ തൊഴിൽ. പലർക്കും അവൻ വെറും ഒരു ഭിക്ഷക്കാരനായിരുന്നു. എല്ലാ ദിവസവും രാവിലെ ആഹാരത്തിനായി അവൻ മറ്റുള്ളവരോട് കൈനീട്ടി. ആളുകൾ അവൻ്റെ നീട്ടിയ കൈയിലേക്ക് നാണയങ്ങൾ എറിഞ്ഞുകൊടുത്തിരുന്നു. ചില ദിവസങ്ങളിലൊക്കെ ആ നാണയങ്ങൾ ഒരു നേരത്തെ വിശപ്പടക്കാൻ സഹായിച്ചു. പക്ഷേ അവൻ്റെ ഉള്ളിലെ വിശപ്പ് അതായിരുന്നില്ല. അവനെപ്പോലുള്ളവർക്ക് ഒരു നല്ല ജീവിതം നൽകുക എന്നതായിരുന്നു അവൻ്റെ സ്വപ്നം. അങ്ങനെയിരിക്കെ ഒരു രാത്രി നല്ല മഴയായിരുന്നു. അപ്പോൾ വേണു ഒരു കിടത്തിണ്ണയിൽ തണുപ്പിൽ വിറച്ച് കിടക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു വൃദ്ധനായ ടീച്ചർ ആ വഴി വന്നു. അദ്ദേഹം വേണുവിനെ കണ്ടു. അവനോട് സംസാരിക്കണം എന്ന് തോന്നി. വൃദ്ധൻ, മോനെ, നീ എന്താ ഇങ്ങനെ കിടക്കുന്നത്? ഈ കൈകൾ കൊണ്ട് ഭിക്ഷയെടുക്കുന്നതിന് പകരം ഒരു പേനയെടുത്താൽ നിന്റെ ജീവിതം മാറും എന്ന് അദ്ദേഹം വേണുവിനോട് പറഞ്ഞു. വേണു, എനിക്കെങ്ങനെ സാധിക്കും? എനിക്ക് പഠിക്കാനുള്ള പണമില്ല, ആരും എന്നെ സഹായിക്കുന്നുമില്ല. അപ്പോൾ ആ വൃദ്ധൻ വീണ്ടും ഇങ്ങനെ പറഞ്ഞു, പണം ഒരു തടസ്സമല്ല, ആഗ്രഹം അതാണ് പ്രധാനം. നീ പഠിക്കാൻ തയ്യാറാണോ എന്ന് അദ്ദേഹം ചോദിച്ചു. ആ ചോദ്യം അവൻ്റെ ജീവിതം മാറ്റിമറിച്ചു. അന്ന് രാത്രി അവൻ തീരുമാനിച്ചു, ഇനിയൊരിക്കലും ആരുടെ മുമ്പിലും ഞാൻ കൈനീട്ടില്ല. എൻ്റെ ജീവിതം ഞാൻ സ്വയം മാറ്റിയെടുക്കും എന്ന തീരുമാനമെടുത്തു. അടുത്ത ദിവസം വേണു ഒരു പഴയ പുസ്തകക്കടയിൽ പോയി. അവിടെ നിന്നും പഴയ പുസ്തകങ്ങൾ വാങ്ങി. രാത്രികാലങ്ങളിൽ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലെ വെളിച്ചത്തിലിരുന്ന് പഠിച്ചു. പകൽ ചെറിയ ജോലികൾ ചെയ്തു. അടുത്ത ദിവസങ്ങളിൽ അവൻ ഭിക്ഷാടനം ഉപേക്ഷിച്ചു. പകൽ ചെറിയ പണികൾ ചെയ്യാൻ തുടങ്ങി. പ്ലാറ്റ്ഫോമിലെ ലൈറ്റിന് താഴെയിരുന്നു. രാത്രികളിൽ വേണു പഠിച്ചു. വിശപ്പും ക്ഷീണവും പലപ്പോഴും വേണുവിനെ തളർത്തി. പക്ഷേ ആ പഴയ മനുഷ്യൻ പറഞ്ഞ വാക്കുകൾ വേണുവിന് വലിയ പ്രചോദനമായിരുന്നു. അത് അവനെ മുന്നോട്ട് നയിച്ചു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. വേണു ഒരു കമ്പനിയുടെ ഓഫീസിൽ ജോലി ചെയ്യാൻ ആരംഭിച്ചു. ചെറിയ ചെറിയ ജോലികൾ തുടങ്ങി. പിന്നീട് കമ്പ്യൂട്ടർ പഠിച്ചു. അവൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തു. പതുക്കെ പതുക്കെ അവൻ ജോലിയിൽ കൂടുതൽ ശ്രദ്ധിച്ചു. അവൻ്റെ കഠിനാധ്വാനം, അവൻ്റെ കഴിവിനനുസരിച്ച് അവർ അവനു സ്ഥാനക്കയറ്റം നൽകി. വീണ്ടും അവൻ തൻ്റെ സ്വപ്നത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അവനെപ്പോലെ കഷ്ടപ്പെടുന്നവർക്ക് ഒരു കൈത്താങ്ങാകണം എന്നവൻ ചിന്തിച്ചു. അവസാനം അവൻ എന്താണോ ആഗ്രഹിച്ചത്, അവൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു. വർഷങ്ങൾക്കു ശേഷം ഒരു വലിയ ഫാക്ടറിയുടെ മുന്നിൽ ഇതാ വേണു നിൽക്കുന്നു. തൊഴിലാളികൾ അവനെ ബഹുമാനത്തോടെയാണ് നോക്കുന്നത്. അത് വേണുവിൻ്റെ സ്വന്തം ഫാക്ടറിയായിരുന്നു. അതിൽ ഭിക്ഷാടനം ചെയ്തിരുന്ന നിരവധി പേർക്ക് അവൻ അവിടെ ജോലി നൽകിയിരുന്നു. ഇന്ന് വേണു ഒരു ഭിക്ഷക്കാരനല്ല, ഒരു സംരംഭകനാണ്. ആ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയത് വേണുവാണ്. അവിടെ ജോലി ചെയ്യുന്ന പലരും അവൻ്റെ പഴയ ജീവിതം പോലെ കഷ്ടപ്പെട്ടവരാണ്. അവർക്ക് അവൻ ഒരു വീടും നല്ല ജീവിതവും നൽകി. ഒരു കാലത്ത് കൈനീട്ടിയ വേണുവിനെ ഇപ്പോൾ മറ്റുള്ളവർക്ക് കൈത്താങ്ങാകാൻ സാധിക്കുന്നു. ഈ കഥയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്: നമ്മുടെ ജീവിതത്തിൽ ഒരു തടസ്സവും എന്നേക്കുമായി ഉണ്ടാവില്ല. ആഗ്രഹം, കഠിനാധ്വാനം, വിശ്വാസം എന്നിവയുണ്ടെങ്കിൽ ഏത് സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം. ഈ ലോകം നിങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങൾ നൽകിയേക്കാം. പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു സ്വപ്നമുണ്ടെങ്കിൽ അതൊരിക്കലും കൈവെടിയരുത്.
ഭിക്ഷാടകന്റെ കീറിയ കുപ്പായം ധരിച്ചവന് പോലും ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാകാൻ സാധിക്കുമെന്ന് വേണുവിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ആഗ്രഹങ്ങൾക്ക് അതിരുകൾ വയ്ക്കരുത്. സ്വപ്നങ്ങൾക്കൊപ്പം മുന്നോട്ട് പോവുക. വിജയം നിങ്ങളുടേത് മാത്രമാണ്. നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ സാധിക്കും. അതിനാൽ മുന്നോട്ട് പോവുക. ജീവിതത്തിൽ പലപ്പോഴും നാം തളർന്നു പോകാറുണ്ട്. മുന്നോട്ട് പോകാൻ ഒരു ഊർജവുമില്ലാതെ വിഷമിക്കാറുണ്ട്. എന്നാൽ ഓർക്കുക, നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു അഗ്നിശക്തിയുണ്ട്. നിങ്ങൾ ഓരോ